ഇപ്പോഴത്തെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ ചർച്ചയായി മാറിയിരിക്കുന്നത് ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാലയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു വിവാദമാണ്. തിരുവനന്തപുരം നഗരത്തിൽ നടന്ന ആറ്റുകാൽ പൊങ്കാലയിൽ നിരവധി സിനിമാ സീരിയൽ താരങ്ങളും പങ്കെടുത്തു. അതിൽ ശ്രദ്ധ നേടിയ ഒരാളായിരുന്നു മലയാളം നടി അന്ന രാജൻ. പൊങ്കാല ദിവസം എടുത്ത ചില വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായി. എന്നാൽ ചില ദൃശ്യങ്ങൾ തെറ്റായ ആംഗിളുകളിൽ പകർത്തപ്പെട്ടതും പിന്നീട് അതിനെ ചുറ്റിപ്പറ്റി വിമർശനങ്ങളും ഉയർന്നുവന്നു. വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രധാനമായും ചർച്ച. ഇതിന് പിന്നാലെ അന്ന രാജൻ സോഷ്യൽ മീഡിയ വഴി പ്രതികരിച്ചു. താൻ ഭക്തിപൂർവ്വം പൊങ്കാലയിൽ പങ്കെടുത്തതാണെന്നും ആരുടെയെങ്കിലും വികാരങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിൽ നിന്ന് ക്ഷമ ചോദിക്കുന്നുവെന്നും അവർ പറഞ്ഞു. ചില വീഡിയോകൾ ഉദ്ദേശപൂർവ്വം തെറ്റായി പ്രചരിപ്പിച്ചതായും അവർ ആരോപിച്ചു. ആറ്റുകാൽ പൊങ്കാല ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീകളുടെ മതാചാര ചടങ്ങുകളിലൊന്നാണ്. ലക്ഷക്കണക്കിന് സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ഉത്സവം ഭക്തിയും ആചാരാനുഷ്ഠാനവും പ്രധാനമാക്കിയാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ രണ്ട് വിഭാഗമായി മാറിയിരിക്കുകയാണ്. ചിലർ നടിയെ പിന്തുണയ്ക്കുമ്പോൾ മറ്റു ചിലർ വിമർശനവുമായി രംഗത്തെത്തുകയാണ്. എന്നാൽ ഈ വിഷയത്തിൽ അന്ന രാജൻ പിന്നീട് പ്രതികരിച്ചു. അവൾ പറഞ്ഞത് താൻ ഭക്തിപൂർവ്വം പൊങ്കാലയിൽ പങ്കെടുത്തതാണെന്നും ചില ദൃശ്യങ്ങൾ തെറ്റായ ആംഗിളിൽ പകർത്തി പ്രചരിപ്പിച്ചതാണെന്നും വിവാദത്തിൽ ഉണ്ടായതാണെന്നും ഒക്കെ പറയുന്നു. ഭക്തരുടെ വികാരങ്ങളെ വേദനിപ്പിച്ചിട്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും അവർ വ്യക്തമാക്കി. ഇത് വീണ്ടും ഒരു ചർച്ചയാക്കി മാറ്റിയത് സോഷ്യൽ മീഡിയയാണെന്ന് പറയാം. ഒരു വലിയ വിശ്വാസാചാര ചടങ്ങായ ആറ്റുകാൽ പൊങ്കാലയിൽ ഇത്തരം വിവാദങ്ങൾ ഉയരുന്നത് പലർക്കും ആശങ്കയാകുന്ന വിഷയമാണ്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. എന്താണ് ഈ ഒരു സംഭവത്തിന് പിന്നിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? അതുപോലെ തന്നെ ചിപ്പിയും മറ്റു നടിമാരുമായിട്ടുള്ള നമ്മുടെ ബിഗ് ബോസ് വിന്നറായിട്ടുള്ള അനുമോളും ഒക്കെ ആറ്റുകാൽ പൊങ്കാലയിൽ പൊങ്കാല ഇടാൻ വേണ്ടി എത്തുകയുണ്ടായി. അവരുടെ വാർത്തകളും പുറകിൽ വരുന്നുണ്ട്. പൊങ്കാല ഇടാൻ കാരണം കുഞ്ഞുനാൾ മുതലേ ഉള്ള ഓരോ ആഗ്രഹങ്ങളും അമ്മ നടത്തിത്തരുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും പൊങ്കാല ഇടാൻ വരുന്നത് എന്നാണ് അനുമോളും പറയുന്നത്. എല്ലാ തവണത്തെയും പോലെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഭക്തിയോടെ പൊങ്കാല സമർപ്പിച്ചു. തിരുവനന്തപുരം നഗരമൊട്ടാകെ ഭക്തജനങ്ങളുടെ തിരക്കാണ്. ക്ഷേത്രത്തിൽ നിന്നുള്ള പൊങ്കാല രാവിലെ വിതരണം ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീകളുടെ മതസമ്മേളനം എന്ന നിലയിൽ വീണ്ടും ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഇത്തവണത്തെയും പൊങ്കാല. ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഭക്തിയോടെ പൊങ്കാല സമർപ്പിച്ച് അമ്മയുടെ അനുഗ്രഹം തേടി. തിരുവനന്തപുരം നഗരം മുഴുവൻ ഭക്തിമയമായ അന്തരീക്ഷം ആയിരുന്നു. തിരുവനന്തപുരം നഗരമൊട്ടാകെ റോഡുകളും വീടുകളുടെ മുന്നിലും ആയിരക്കണക്കിന് ചൂളകൾ ഒരുക്കി സ്ത്രീകൾ പൊങ്കാല ഒരുക്കി. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും പോലും ഭക്തർ എത്തി. ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഒരുമിച്ച് പൊങ്കാല സമർപ്പിക്കുന്നതിനാൽ ഇത് ലോക റെക്കോർഡ് നേടിയ ഒരു മതസമ്മേളനമായും അറിയപ്പെടുകയാണ്. ഇതായിരുന്നു ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാലയുടെ ചില വിശേഷങ്ങൾ. അതിനിടയിലാണ് ഈ നടിമാരുടെ ഓരോരോ ശരീര പ്രദർശനം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആളുകൾ മുന്നിലോട്ട് വരുന്നത്. പക്ഷേ അവർ മനഃപൂർവ്വമല്ല ഇതൊന്നും. അവർ കാരണം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് വരെ അവർ പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സീരിയൽ നടിയായ ചിപ്പി എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും അമ്മയുടെ അരികിൽ എത്തിയിരിക്കുന്നു, പൊങ്കാല ഇട്ടിരിക്കുന്നു എന്ന സന്തോഷവും അറിയിച്ചു. അതുപോലെ തന്നെയാണ് നമ്മുടെ സീരിയൽ താരം അനുമോളും. അതേ അഭിപ്രായമാണ്. അനുമോളുടെ സഹോദരി, വല്യമ്മ, അമ്മ എന്നിവരുൾപ്പെടെ കുടുംബസമേതമാണ് നല്ല സന്തോഷത്തിൽ ആറ്റുകാൽ പൊങ്കാല ഇടാൻ വേണ്ടി വന്നത്. പായസവും തിരളിയും എന്ന് വേണ്ട എല്ലാ വിഭവങ്ങളും അവർ ഒരുക്കിയിരിക്കുന്നു. അനുമോളുടെ ആഗ്രഹപ്രകാരമാണ് അമ്മ ഇതൊക്കെ എല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത്. കുഞ്ഞുനാൾ മുതലേ അമ്മ എല്ലാ ആഗ്രഹവും എനിക്ക് നേടിത്തന്നു. അതുകൊണ്ട് തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല ദിവസം എത്ര വലിയ പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞാൻ അതൊക്കെ മാറ്റിവെച്ച് വർഷത്തിൽ ആദ്യമേ തന്നെ കലണ്ടറിൽ ആറ്റുകാൽ പൊങ്കാല മാർക്ക് ചെയ്ത് അന്നേ ദിവസം ഒരു പ്രോഗ്രാമും ഞാൻ ഏറ്റെടുക്കാതെ നമ്മുടെ ആറ്റുകാൽ പൊങ്കാല ഞാൻ നടത്താൻ വേണ്ടി നമ്മുടെ അമ്മയുടെ അരികിൽ എത്തും എന്നും ഇന്ന് വരെ അതിന് ഒരു മുടക്കവും വന്നിട്ടില്ല എന്നുമാണ് അനുമോൾ പറയുന്നത്. അതുപോലെ തന്നെയാണ് ചിപ്പിയും. എല്ലാ വർഷവും എനിക്ക് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് പൊങ്കാല ഇടാനുള്ള ഭാഗ്യം ലഭിച്ചുവെന്നും ഇനിയും അങ്ങനെ ആയിരിക്കും എന്നുള്ള അഭിപ്രായങ്ങളും ഇരുവരും പറഞ്ഞു.